सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും ഹരിനാമകീർത്തന പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പഠനം പുനരാരംഭിക്കാം. 44 പദ്യങ്ങളാണ് ഹരിനാമകീർത്തനത്തിൽ നമ്മൾ കണ്ടത്. അവിടെ എഴുത്തച്ഛൻ ശബ്ദബ്രഹ്മത്തിൻ്റെ മഹിമ പറഞ്ഞു. എല്ലാം ആ ഓംകാരത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അത് അനുഷ്ഠിക്കുന്നവർ നാദബ്രഹ്മ ഉപാസകരാണെങ്കിൽ കൂടെയും അവർക്ക് ഈശ്വരനിലെത്താൻ എന്ത് ചെയ്യണം? അവർ ഏതൊരു നാമം ഏത് ഈണത്തിലും ശ്രുതിയിലും ചൊല്ലിയാലും അതൊക്കെ ഓംകാരനിൽ നിന്നുണ്ടായതാണ് ഈ അക്ഷരങ്ങളെല്ലാം. അതുകൊണ്ട് ഞാൻ ചൊല്ലുന്ന പദ്യങ്ങളായിക്കോട്ടെ, കീർത്തനങ്ങളായിക്കോട്ടെ, സ്തുതികളായിക്കോട്ടെ, ശാസ്ത്രീയ സംഗീതമായിക്കോട്ടെ, അതെല്ലാം ഞാൻ ഭഗവാന് വേണ്ടിയുള്ള എൻ്റെ ഗാനാർച്ചനയാണ് എന്ന് സമർപ്പിച്ചുകൊണ്ട് ആര് ജപിക്കുന്നുവോ അവർക്ക് മോക്ഷഗതി ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കണ്ടിരുന്നു കുണ്ടലിനി മുതലായ യോഗ അഭ്യാസികളോട് എഴുത്തച്ഛൻ സംസാരിക്കുന്നത്. ആ അഭ്യാസകരാണെങ്കിൽ കൂടെയും അവർ യോഗ അഭ്യസിച്ച് ഒരു അനുഭൂതി തലത്തിലെത്തുമ്പോൾ പല പല നാദങ്ങളും അവർക്ക് അനുഭൂതിയിലേക്ക് ഉണ്ടാകും, അനുഭവസ്ഥമാകും എന്ന് യോഗശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവരോടും പറയുകയാണ്, നിങ്ങൾ എന്ത് നാദം കേട്ടാലും അത് പ്രണവമാകുന്നു. പരമാത്മാവിൻ്റെ ആ ഓംകാരത്തിനെയാണ് നിങ്ങൾ പല പല നാദങ്ങളായി കേൾക്കുന്നത്. അതുകൊണ്ട് ആ നാദത്തിനങ്ങ് എല്ലാം ആധാരമായിരിക്കുന്ന നാഥനെ പ്രണമിക്കൂ എന്ന് പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചിരുന്നത്. നമ്മൾക്ക് പുതിയ പദ്യത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ കാണാൻ പോകുന്നത് 45 മുതലാണ്. ത എന്ന അക്ഷരം കൊണ്ടാണ് ഇവിടെ അക്ഷരമാലയിലെ ഹരിനാമകീർത്തനം ഈ ശ്ലോകം ആരംഭിക്കുന്നത്. തത്വർത്ഥം ഇത്തം അഖിലത്തിനു ഉണ്ടുബധ, ശബ്ദത്തിനുള്ളിൽ വിലസിയിടുന്ന പാർക്കിൽ അധ, മുക്തിക്കു കാരണം അതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ. ഹരിനാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുബധ, ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്ന പാർക്കിലധ, മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ. ഹരി നാരായണായ നമ. തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുബധ, ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്ന പാർക്കിലധം, മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ. ഹരി നാരായണായ നമ. അല്ലയോ ഹരി നാരായണ, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം. നമ്മളോട് എഴുത്തച്ഛൻ പറയുകയാണ്, തത്വാർത്ഥം ഈ പരമ്പൊരുളിൻ്റെ അർത്ഥം, ഇത്തം ഇപ്രകാരം, അഖിലത്തിനുമുണ്ടുബധ എല്ലാത്തിനും സംസാരമുണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം ആ ശബ്ദബ്രഹ്മത്തിനെ കുറിച്ച് പറയുന്നു. ശബ്ദങ്ങളുള്ളിൽ
വിലസിയിടുന്ന പാർക്കിലത. ഈ ശബ്ദങ്ങളുടെയൊക്കെ ഉള്ളിൽ ആ തത്വമാണ്, പരമാത്മാവാണ്, ഓംകാര സ്വരൂപനാണ് എന്ന് പാർക്കിലത ആലോചിച്ചാൽ തന്നെ തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുപദ ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്ന പാർക്കിലത. മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തവ. ആരാണോ ഇങ്ങനെ പാർക്കിൽ, ആരാണോ ഇങ്ങനെ ആലോചിക്കുന്നത്, എല്ലാ ശബ്ദങ്ങളുടെയും ഗൂഢാർത്ഥമായിരിക്കുന്നത് ആ ഓംകാര ശബ്ദമാണെന്ന് ആരാണോ ആലോചിക്കുന്നത് അവർക്ക് മുക്തിക്കു കാരണം, മോക്ഷപ്രാപ്തിക്കു കാരണം അതേ ശബ്ദം, അതായത് ഓംകാരൻ തന്നെയായിരുന്നു, പരമാത്മാവ് തന്നെയാണ് അവർക്ക് മുക്തിക്ക് കാരണം. തവ വാക്യങ്ങൾ തന്നെ ഹരി നാരായണായ നമം. ആ അങ്ങയുടെ വാക്യങ്ങൾ തന്നെയാണ് എല്ലാ ശബ്ദവും, അല്ലേ? ശബ്ദത്തിൽ, അക്ഷരങ്ങളിൽ നിന്ന് വാക്യങ്ങൾ ഉണ്ടാകുന്നു, പദങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചെറുപ്പത്തിലേ പഠിക്കുന്നതാണ്. അപ്പോൾ ഏതൊരു വാക്യം കേട്ടാലും അല്ലേ, അതിൻ്റെയൊക്കെ പൊരുളായിരിക്കുന്നത് ആ അക്ഷരബ്രഹ്മനാണ്, പരമാത്മാവാണ് എന്ന് ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ ആ പദ്യങ്ങളിൽ അതേ രീതിയിൽ ചിന്തിച്ചാലും എല്ലാറ്റിനും പരമാത്മാവ് തന്നെയാണ് അന്തര്യാമിയായിരിക്കുന്നത്, അല്ലേ? ബ്രഹ്മൻ അല്ലെങ്കിൽ നാരായണൻ തന്നെ ശബ്ദരൂപത്തിൽ എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു എന്നതാണ് മുമ്പുള്ള പദ്യങ്ങളുടെ സാരമായി നമ്മൾ കണ്ടത്. എല്ലാ ശബ്ദങ്ങളിലും അത് പ്രകാശിക്കുന്നു. ആ ശബ്ദം തന്നെയാണ് മോക്ഷത്തിനു കാരണം എന്ന് നാരായണ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയ തത്വത്തിനെ എന്നിൽ എന്നും നിലനിർത്തണേ. എനിക്ക് ആ നാദബ്രഹ്മനുമായി ലയിക്കുവാൻ, മോക്ഷത്തിലേക്ക് ഉയരുവാൻ ഈ നാമങ്ങൾ എന്നെ സഹായിക്കണേ നാരായണ എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും പ്രതിഭാസങ്ങളിലുമൊക്കെ ആ പരമാത്മസാരമുണ്ട്. അനേകം കോടി ശബ്ദവീചികളുടെ അല്ലേ നിരന്തരം ഈ പ്രപഞ്ചത്തിൽ അത് പ്രതിധ്വനിച്ചു കൊണ്ടേയിരിക്കും, അല്ലേ? ഓരോ ഭാഷകളിൽ എത്ര ഭാഷകളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്, അല്ലേ? അതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ കോടിക്കോടി ശബ്ദങ്ങളാണ് പ്രപഞ്ചത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ ഓം എന്ന മൂല ശബ്ദത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ആരോർക്കുന്നുവോ അവർക്ക് മോക്ഷഗതി, അല്ലേ? എന്തു കേട്ടാലും ഭഗവത് നാമമായി അവർക്കതിനെ കേൾക്കാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഢക്കാമൃദംഗ ഇത്യാദികളൊക്കെ നമ്മൾ കണ്ടിരുന്നു, അല്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദത്തിനുള്ളിൽ വിലസിയിടുന്നത് പരമാത്മാവാണ് എന്ന് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം സാധാരണ ഇന്ദ്രിയ വിഷയങ്ങളുമായ ഈ ശബ്ദങ്ങളുടെ കോലാഹലത്തിൽ, അല്ലേ? ലോകം മുഴുവൻ ഇപ്പോൾ സൗണ്ട് പൊല്യൂഷനാണല്ലേ. ഈ കോലാഹലത്തിൽ നമ്മൾ എങ്ങനെ ഈ ശബ്ദമെല്ലാം പരമാത്മാവിൻ്റെ ഓംകാര പ്രകടനമാണ് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? മനുഷ്യർക്ക് തിരിച്ചറിയാൻ ഇത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അല്ലയോ നാരായണ, അങ്ങയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ അത് സാധിക്കൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെ എഴുത്തച്ഛൻ നമ്മളെ അനുഭൂതിയിലേക്ക് ആനയിക്കുകയാണ് ഓരോ ശ്ലോകങ്ങളിലൂടെയും അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നിന്നും ഈ ദ്വേഷങ്ങളെ, രാഗങ്ങളെ ഇല്ലാണ്ടാക്കിയാൽ നമ്മൾക്കും, അല്ലേ, ആ മോഹത്തിനെ മറികടന്നാൽ നമ്മൾക്കും ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയരാൻ സാധിക്കും. അത് നമ്മൾ പരിശ്രമിക്കുന്നതോടൊപ്പം ഭഗവത് അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കൂ എന്ന്, അല്ലേ? ഭഗവാൻ ഭഗവത്ഗീതയിലും ഇത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഓം ഏകാക്ഷരം ബ്രഹ്മ, അത് ജപിക്കണം എന്ന് പറയുന്നുണ്ട് ഗീത 8-ാം അധ്യായത്തിലും, അല്ലേ? അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ അത് അരുളി ചെയ്തിരുന്നു. ഇവിടെ അതേ കാര്യത്തിനെയാണ് എഴുത്തച്ഛനും നമ്മളോട് പറയുന്നത്. ഓംകാരത്തിൽ നിന്നാണ് എല്ലാ ശബ്ദവും
ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉപനിഷത്തുക്കൾ അതിനെ ബ്രഹ്മവാചി ശബ്ദം എന്നാണ് പറയുന്നത്. ബ്രഹ്മൻ്റെ തന്നെ ശബ്ദരൂപമാണ് ഓംകാരം എന്ന്. അപ്പോൾ നമ്മൾ ഓം എന്ന് ജപിക്കുമ്പോഴും എന്ത് സംസാരിക്കുമ്പോഴും, എനിക്ക് സംസാരിക്കാൻ ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ട്. അത് എന്തെൻ്റെ തൊണ്ടയിൽ നിന്ന് വരുന്നോ അതൊക്കെ ഓംകാരമാകുന്നു എന്ന് ഓർത്താൽ അത് തന്നെയാണ് ഏറ്റവും ഉയർന്ന നാദബ്രഹ്മ സാധന. അതിലേക്ക് നമുക്കും എഴുത്തച്ഛനോടൊപ്പം ഉയരാൻ പരിശ്രമിക്കാം. അതിന് ആരുടെ അനുഗ്രഹം വേണം? സാക്ഷാൽ ഓംകാര സ്വരൂപനായ നാരായണൻ്റെ അനുഗ്രഹം വേണം. അതും നമുക്ക് ഭഗവാനോട് തന്നെ യാചിക്കാം. ഭഗവാനെ, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ ആ ബോധമുണ്ടായിരിക്കണേ. ഞാൻ എൻ്റെ കണ്ഠത്തിൽ നിന്ന് എന്ത് പുറത്തേക്ക് വന്നാലും അത് ഓം എന്ന പ്രണവമന്ത്രത്തിൻ്റെ പ്രകടിതമായ പല രൂപമാണ് അല്ലേ. ഇപ്പോൾ ഒരമ്മയിൽ നിന്നും 10 മക്കളുണ്ടായ പോലെ ആ ഓംകാരത്തിൽ നിന്നും അനേകം കോടി ശബ്ദങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത് ഒന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ആര് മനസ്സിലാക്കുന്നു അവർക്ക് ആ ജ്ഞാനം അവരെ മോക്ഷത്തിലേക്ക് നയിക്കും എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 46-ാമത്തെ ശ്ലോകം. തല്ലിന്നുമീതെ പരമില്ലെന്ന് ഓർത്തു എല്ലാരോടും കുതറി വാപേശിയും സദപി തള്ളിപ്പുറപ്പെട്ടു അഹംബുദ്ധി കൊണ്ട് ബധ കൊല്ലുന്ന നീ ചിലരെ നാരായണായ നമഃ. തല്ലിന്നുമീതെ പരമില്ലെന്നുമോർത്തുമുടനെല്ലാരോടും കുതറി വാപേശിയും സദവിം തള്ളിപ്പുറപ്പെടും മഹം ബുദ്ധി കൊണ്ടുബധ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമഃ. തല്ലിന്നുമീതെ പരമില്ലെന്നുമോർത്തുമുടൻ എല്ലാരോടും കുതറി വാപേശിയും സദവിം തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുബധ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമഃ. നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ, നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. തല്ലിന്നുമീതെ ധ എന്ന അക്ഷരം കൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ ഈ പദ്യം ആരംഭിക്കുന്നു. തല്ലിന്നുമീതെ ഭയമില്ലായ്മയ്ക്ക് ഉപരിയായി പരമില്ലെന്ന്, മറ്റൊന്നും തന്നെ ഇല്ലെന്ന് ഓർത്തും അല്ലേ, അത് ഓർത്തിട്ട് അത് കരുതിയിട്ട് എല്ലാവരോടും കുതറി വാപേശിയും സദപി പെട്ടെന്ന് വഴക്കുകൂടി പിണങ്ങി സംസാരിച്ചു വളരെ ദേഷ്യത്തോടെയും അഹംഭാവത്തോടു കൂടിയൊക്കെ സംസാരിച്ചിട്ട് തല്ലിന്നുമീതെ പരമില്ലെന്നുമോർത്തുമുടൻ എല്ലാരോടും കുതറി വാപേശിയും സദവി തള്ളിപ്പുറപ്പെട്ടു അഹംബുദ്ധിയെ. തള്ളിപ്പുറപ്പെട്ടു അതായത് നിയന്ത്രണം വിട്ടുണ്ടാകുന്ന ഈ അഹംബുദ്ധി കൊണ്ട്, അഹങ്കാരത്തിനാൽ ബധ കഷ്ടം കൊല്ലുന്നു നീ ചിലരെ നീ നശിപ്പിക്കുന്നു. ഹരിനാരായണ. തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ടു ബധ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമഃ. താൻ വളരെ ശക്തിമാനാണ്, അതിശക്തനാണ്, തനിക്ക് ആരെയും ഭയമില്ലെന്നു കരുതി ആരെയൊക്കെ കാണുന്നുവോ അവരുടെ മുന്നിൽ അവരെല്ലാവരോടും പിണങ്ങിയും വാക്കേറ്റമുണ്ടാക്കിയും തർക്കിച്ചും കഴിയുന്ന ചിലരെ ഭഗവാൻ എന്തു ചെയ്യുന്നു? അവരുടെ ഈ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അല്ലേ, തള്ളിപ്പുറപ്പെട്ടു വേഗം അവർക്ക് ഉണ്ടാകുന്ന ഈ രോക്ഷം എന്തുകൊണ്ടാണ്? അഹംബുദ്ധി കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടാണ്. അതിനെ നീ തന്നെ നശിപ്പിക്കുന്നു ഭഗവാനെ. അപ്പോൾ ആരൊക്കെ അഹങ്കാരികളാകുന്നുവോ അല്ലേ, ഭയമില്ലാതെ
ധർമ്മത്തിൽ വിശ്വാസമില്ലാതെ, ധർമ്മത്തെ ഭയമില്ലാതെ, ഈശ്വരനെ ഭയമില്ലാതെ, പ്രകൃതിയെ ഭയമില്ലാതെ, സർവചരാചരങ്ങളോടും കരുണയില്ലാതെ ആര് അഹംബുദ്ധിയോടുകൂടി ജീവിക്കുന്നു അവരെ നീ തന്നെ നശിപ്പിക്കുന്നു. അല്ലയോ നാരായണ, അതിനായിക്കൊണ്ട് നിനക്ക് എൻ്റെ നമസ്കാരം. അപ്പോൾ എന്നെ അഹങ്കാരിയാക്കരുതേ എന്നുകൂടെ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ധല്ല് എന്നൊരു പദം മലയാളത്തിലോ സംസ്കൃതത്തിലോ അങ്ങനെ പൊതുവെ ധാരാളമായി പ്രയോഗിച്ച് കാണുന്നില്ല. ആകെ കണ്ടിട്ടുള്ള ഒരു പ്രയോഗം ഈ ഹരിനാമ കീർത്തനത്തിലാണ്. സംസ്കൃത ഭാഷയിലെ ഏകാക്ഷര നിഘണ്ടുവിൽ ധ എന്ന അക്ഷരത്തിന് ഭയം, രക്ഷ എന്നൊക്കെ അർത്ഥങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ധൽ എന്നോ ധല്ലു എന്നോ ഒരു പദം സന്ദർഭത്തിന്, ഈ ശ്ലോകത്തിന് യോജിച്ച രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ അത്ര എളുപ്പമല്ല. ആദ്യാക്ഷര വലയിൽ ഓരോന്നും കൊണ്ട് ആരംഭിക്കുന്ന, അല്ലെ, അക്ഷരമാലയിലെ ആദ്യാക്ഷരങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഹരിനാമ കീർത്തനങ്ങൾ രചിക്കാൻ ആചാര്യൻ ഒരു പദം പ്രയോഗിച്ചതായിട്ട് നമ്മൾക്കിവിടെ കാണാവുന്നതാണ്. വേദത്തിലാണ് ഇതിന് ആർഷപ്രയോഗം എന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അനുയായികളും ഈ ഹരിനാമ കീർത്തനത്തിൻ്റെ പഠനം നടത്തുന്നവരും വ്യാഖ്യാനങ്ങൾ എഴുതുന്നവരൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ട്, അല്ലേ? കാരണം സംസ്കൃതത്തിലും മലയാളത്തിലുമൊക്കെ അദ്ദേഹം ഭാഷാ പണ്ഡിതൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് നമ്മൾക്കിവിടെ എന്താണ് ഉപയോഗിക്കുക? ഭയമില്ലാത്ത ആരോ എന്ന അർത്ഥം നമുക്കിവിടെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരോടും കുതറിവാപേശി നടക്കുന്നവരോടൊക്കെ ഞാൻ ധല്ലാണല്ലോ വിഷയം, ഞാൻ, അല്ലേ, ഭയമില്ലാത്തത് കൊണ്ട് എല്ലാവരോടും വളരെ കയർത്ത് സംസാരിച്ചു എന്നല്ല. അങ്ങനെയുള്ളവർ, അല്ലേ, അവർക്ക് അഹങ്കാരം കൊണ്ടാണ് ആരെയും ഭയമില്ലാത്തത്, അല്ലേ, നമ്മൾ ഒന്നെങ്കിൽ മാതാപിതാക്കളെ ഭയക്കണം, സമൂഹത്തിനെ ഭയക്കണം, അല്ലേ, അല്ലെങ്കിൽ പ്രകൃതിയെ ഭയക്കണം, അല്ലെങ്കിൽ ഈശ്വരനെ ഭയക്കണം. ഇതൊക്കെ നമ്മളുടെ സന്തുലിതാവസ്ഥയ്ക്ക്, അല്ലേ, പ്രകൃതിയുടെ തന്നെ ധർമ്മരക്ഷണത്തിന് ഇതൊക്കെ അനുയോജ്യമായിട്ടുള്ളതാണ്. അത് ആര് മറികടക്കുന്നോ അവർക്ക് ഭഗവാൻ തന്നെ ഒരു അഹങ്കാര ശമനം ഉണ്ടാക്കി കൊടുത്തുകൊള്ളും, അല്ലേ, എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പലരും എന്താണ്, ഈ ശരീരം വളരെ ശക്തിയാണെങ്കിൽ അവർ അവിവേകവും കൂടെ കൂടിച്ചേർന്നാൽ അത് വളരെ അപകടമാണ്, അല്ലേ? അവിവേകുകൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ ഉപദ്രവിക്കും. അവർക്ക് അവിവേകം എന്നാണ്, അവർക്ക് ഒന്നിനെയും ഭയമില്ലാത്തത് കൊണ്ടും സ്നേഹ, കരുണ ഇത്യാദി മാനുഷിക വികാരങ്ങളില്ലാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ട് അവർ അഹങ്കാരികളായി മാറുന്നു. അവരെ ഭഗവാനെ അങ്ങ് തന്നെ നശിപ്പിച്ച് കളയണമേ അവരുടെ അഹങ്കാരത്തിന് എന്ന് പറയും. തള്ളിപ്പുറപ്പെടുന്ന അഹംബുദ്ധി, നിയന്ത്രണമില്ല, അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഈ അഹങ്കാരം അവരുടെ തന്നെ ആത്മനാശത്തിന് കാരണമായി തീരും. അത് ഒഴിവാക്കണം എന്ന സന്ദേശമാണ് എഴുത്തച്ഛൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ എന്ന ഭാവം, എന്നേക്കാൾ മേലെ മറ്റാരുമില്ല എന്ന ഭാവം, ആ ഭാവത്തിൻ്റെ പ്രതീകമായും എല്ലാവരോടും കുതറിവാപേശി നടന്ന് ഈ അഹങ്കാരികൾ അങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിത്രമാണ് നമ്മൾക്ക് ഈ പദ്യത്തിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത്. എന്തിനു വേണ്ടി? നാം അങ്ങനെ ആകരുത്. ശരീരശക്തി, ധനശക്തി, ബന്ധുശക്തി, പദവിശക്തി, അല്ലേ, ഇതൊക്കെയാണ് ഒരാളെ അഹങ്കാരിയാക്കുന്നത്. അപ്പോൾ നാം അങ്ങനെ ആകരുത്. അങ്ങനെ എന്നെ അഹങ്കാരിയാക്കരുതേ ഭഗവാനെ, അതിനായിക്കൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ അഹങ്കാരം ഉണർന്ന് എന്നെ എനിക്ക് തന്നെ നിയന്ത്രിക്കാനാവാതെ വന്നാൽ, അല്ലയോ നാരായണ, അങ്ങ് തന്നെ അവതരിച്ച് അങ്ങയുടെ ഏത് ആയുധം കൊണ്ടും, ശംഖും ചക്ര ഏത് ആയുധം ഉപയോഗിച്ചു, അല്ലേ, ഗദ വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ ചക്രമാണെങ്കിൽ അത്, ഏത് അങ്ങയുടെ ആയുധം ഉപയോഗിച്ചും എൻ്റെ
അഹങ്കാരത്തിനെ അങ്ങ് തച്ചുടച്ച് തരണേ. ആ അഹങ്കാരം ഇല്ലാണ്ടാക്കുവാനായി ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും പ്രണമിക്കുന്നു. അല്ലയോ ഭഗവാനെ, എപ്പോഴും അതുകൊണ്ട് സാക്ഷിയായി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. കാരണം അങ്ങ് സാക്ഷിയായി ഉണ്ടായാൽ എൻ്റെ അഹങ്കാരം ഉണരില്ല. അഥവാ ഉണർന്നാൽ തന്നെ എന്താ, അങ്ങ് തന്നെ ആ സമയത്ത് തന്നെ അതിനെ ഇല്ലാണ്ടാക്കിക്കൊള്ളും. അതുകൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ ഉദ്ദേശിക്കുന്നത് ഭഗവാനോട് പ്രാർത്ഥനയാണ്. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം ഭഗവാൻ ഉണ്ടായിരിക്കണേ. അതിൻ്റെ അർത്ഥം ഞാൻ അഹങ്കാരിയായി മാറില്ല. അഹങ്കാരം കൊണ്ടുള്ള ദുരിതത്തിനെ ഞാൻ അനുഭവിക്കേണ്ടി വരില്ല. പാപപ്രാരബ്ധം ഞാൻ അനുഭവിക്കേണ്ടി വരില്ല. ഇനി എനിക്കൊരു ജന്മം എടുക്കാൻ വയ്യ. അതുകൊണ്ട് എന്നെ പാപം സ്പർശിക്കില്ല. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന ബോധ്യവും എനിക്ക് തരണേ. എങ്കിൽ ഞാൻ അഹങ്കാരിയാകില്ല. അതിനായി എപ്പോഴും എന്നോടൊപ്പം സഹവസിക്കുവാനായി ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കും ആ നമസ്കാരം അർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം ഈ പദ്യങ്ങൾ. തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുബധ ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്ന പാർക്കിലധ മുക്തിക്കു കാരണമതേ ശബ്ദമിന്നു തവ വാക്യങ്ങൾ തന്നെ ഹരി നാരായണായ നമഃ. തല്ലെന്നുമീതെ പരമില്ലെന്നുമോർത്തുമുടൻ എല്ലാരോടും കുതറിവാപേക്ഷിയും സദപി തള്ളിപ്പുറപ്പെടുമഹം ബുദ്ധി കൊണ്ടുബധ കൊല്ലുന്ന നീ ചിലരെ നാരായണായ നമഃ. അല്ലയോ ഭഗവാനെ, എന്ത് കേൾക്കുമ്പോഴും അത് അങ്ങയുടെ പ്രണവ മന്ത്രമായി എനിക്ക് തോന്നണേ. എപ്പോഴെങ്കിലും എൻ്റെ അഹങ്കാരം വളർന്നുവാൽ ഭഗവാനെ അങ്ങ് ക്ഷമയില്ലാതെ അതിനെ കൊന്നോളൂ. എങ്ങനെയാണോ അഹങ്കാരിയായ കംസനെ അങ്ങ് വധിച്ചതും അല്ലേ, രാമാവതാരത്തിൽ രാവണനെ വധിച്ചത്, എങ്ങനെയാണോ ഭഗവാൻ ശിശുപാലനെ വധിച്ചത്, അതുപോലെ ഞാനും അഹങ്കാരിയായി മാറിയാൽ എന്നെയും അങ്ങ് ഇല്ലാണ്ടാക്കണേ. അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കി എനിക്ക് മോക്ഷഗതി തരണേ എന്ന് നമ്മൾക്കും എഴുത്തച്ഛനോടൊപ്പം പ്രാർത്ഥിക്കാം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശനം ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ.